മോളും വിഷ്ണു തമ്മിലുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കണം. വെഡിങ് ആനിവേഴ്സറിക്ക് ഫ്ലെക്സിനകത്ത് വെക്കാനുള്ളതാ. അത് ക്ലിറ്റസിനെ കൊണ്ട് അടുപ്പിച്ചാ നന്നാവും. ആ നിന്നോട് എനിക്ക് ഇഷ്ടക്കുറവോ ദേഷ്യമോ വെറുപ്പോ അങ്ങനൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒന്നിച്ചുള്ളൊരു ജീവിതത്തിന് നീ എനിക്കൊരല്പ സമയം തരണം. ആ മറുപടി ശാലിനിയിൽ നിന്ന് കിട്ടണമെന്നാ ഞാൻ ചോദിക്കുന്നത്. ഇനി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. എനിക്കൊരിടത്ത് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. നീ ഇറങ്ങിയാലേ എനിക്ക് പോകാൻ പറ്റൂ. ഇതിലും ഭേദം നീ എന്നെ കഴുത്തിന് പിടിച്ച് വെളി തള്ളുന്നായിരുന്നു നല്ലത് ശിവ. നീ അത് ചെയ്തില്ലെങ്കിലും ഞാൻ നിന്റെ വാക്കുകളിൽ നിന്ന് അത് അനുഭവിച്ചറിയുന്നുണ്ട്. നിന്നെ മാത്രം കണ്ട് ജീവിക്കുന്ന ഒരാളാ ഞാൻ. അത് നീ മറക്കരുത്. നീ എന്നെ കണ്ടോണ്ട് ജീവിക്കുന്നതല്ല, നീ എന്നെ തോപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നോളാ. എന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നതോടൊപ്പം നീ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക് ഡേസി. മറ്റൊന്നും എനിക്കിപ്പോ പറയാനില്ല. ഹലോ ചേച്ചി, ചേച്ചി പറഞ്ഞതുപോലെ ഞാനിവിടെ വന്നു. പക്ഷെ ശിവൻ ഒഴിഞ്ഞു മാറുക. അവനൊഴിഞ്ഞു മാറും. കാരണം അവന്റെ പിന്നിൽ അവളുണ്ട്, ആ ശാലിനി. പുരുഷന്മാരുടെ രക്തം ഊറ്റി കുടിക്കുന്ന രക്തരക്ഷസുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതുപോലൊരു രക്ഷസ ഇപ്പൊ നിന്റെ ശിവന്റെ കൂടെ കൂടിയിരിക്കുന്നത്. അവളെ എന്നേക്കുമായി ഒഴിവാക്കാതെ ശിവൻ നിന്നെ തേടി വരില്ല. ചേച്ചി, അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? തന്ത്രങ്ങൾ മെനയണം. അവളുടെ ശക്തി അവളുടെ അധികാരമാണ്. ആദ്യം അതില്ലാതാക്കണം. പിന്നെ അവളുടെ കൂടെ നിൽക്കുന്ന അംഗരക്ഷകരെ കൂട്ടത്തിൽ നിന്ന് അകറ്റണം. ഒടുവിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ എന്നേക്കുമായൊരു പറിച്ചു നടൽ. അതിലായിരിക്കണം അവൾ അന്ത്യവിശ്രമം കൊള്ളേണ്ടത്. നീ ധൈര്യമായിട്ടിരിക്കെ. ഈ യുദ്ധത്തിൽ തേരാളിയായിട്ട് ഞാനുണ്ടാവും. പോരെ? എനിക്ക് വിശ്വാസാ ചേച്ചി. എങ്കിൽ ഫോൺ കട്ടാക്കിയിട്ട് അറിയാവുന്ന ദൈവത്തിന് ഒരു നേർച്ച നേർന്നേരെ. വർക്കത്തുള്ളൊരു തുടക്കം കിട്ടാൻ. എടി ശാലിനി, നിനക്കെതിരെ പുതിയ തന്ത്രങ്ങളുമായിട്ട് സുസ്മിത വരുന്നു. നീ ഒരുങ്ങിയിരുന്നോ? ഇനി എന്നിൽ നിന്ന് വരുന്ന ആയുധങ്ങൾ തടയാൻ പറ്റുമോ നോക്ക്. ഞാനെന്തായാലും നിനക്കെതിരെയുള്ള അംഗം തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം കേക്കാൻ എഴുത്. 2 കിലോ മതിയോ അതോ 3 കിലോ വേണോ? 2 മതി. എല്ലാരും കുറേശ്ശല്ലേ കഴിക്കൂ. അതൊന്നും പറയാൻ പറ്റത്തില്ല. കേക്ക് നല്ലതാണെങ്കിലേ എല്ലാരും കഴിക്കും. കഴിക്കാൻ പറ്റാത്ത ആൾക്കാരും കഴിക്കും. എന്നാലും 2 മതി സാറേ. ആ ശരി, എന്നാ പിന്നെ ഉണ്ടെങ്കിൽ 2. പിന്നെ ഒരു ഫ്ലെക്സ് വലിച്ചിടണം. അതിന് ഫോട്ടോ എടുക്കാനായിട്ടേ നമ്മുടെ ക്ലീറ്റിയെ അവ ഇപ്പൊ വരും. ക്ലീറ്റി അല്ലേ സാറേ, ക്ലീറ്റസ്. ആ ക്ലീറ്റസ് എന്ത് പോലും അവിടെ അവ ഇപ്പൊ വരും. അത്രയും ആർഭാടമൊക്കെ വേണോ സാറേ? ഇത് നടത്തുന്നതേ ഞാനാ. അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാവുന്നേ ആര് കണ്ട്. ആ അതുകൊണ്ട് എത്രത്തോളം അടിപൊളിയാക്കാമോ അത്രത്തോളം അടിപൊളിയാക്കാം. ആ വിഷ്ണു ശാലിനിയെ അവരുടെ വെഡിങ് ആനിവേഴ്സറി കണ്ട് ഞെട്ടണം. അല്ലെങ്കിൽ ഇത് അറിയുമ്പോഴേ അവർ ഞെട്ടും. ഇയാളെല്ലാം പറഞ്ഞ അല്ല, ഞെട്ടെന്ന് പറയായിരുന്നു. ആ ഞെട്ടണം. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. മോളോട് പോവാ? കളക്ട്രേറ്റിലേക്ക്. പോണ വഴി മക്കളെ സ്കൂളിലും ആക്കണം. സത്യേ, പപ്പി വരുന്നു. അല്ല പോയാലെങ്ങനാ? ഇപ്പൊ നമ്മുടെ ഫോട്ടോഗ്രാഫർ ക്ലീറ്റസ് വരുവേ. ക്ലീറ്റസ് മോളും വിഷ്ണു തമ്മിലുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കണം.
വെഡിങ് ആനിവേഴ്സറിക്ക് ഫ്ലെക്സിനകത്ത് വെക്കാനുള്ളതാ. അത് ക്ലിറ്റസിനെ കൊണ്ട് അടുപ്പിച്ചാ നന്നാവും. ആ അച്ഛാ ഇന്ന് എനിക്കതിനൊന്നും നേരമില്ല. ഒഴിവാക്കാനാവാത്ത ഒരുപാട് ജോലികളുണ്ട്. ആ. അതുകൊണ്ട് ഫോട്ടോയൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് എടുത്താൽ മതി. അതെന്ത് പറഞ്ഞാ മോളെ നീ പറയുന്നേ? നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങളുടെ ഫോട്ടോയിൽ വേണ്ടുന്നേ, അല്ല ഞങ്ങളുടെ ഒന്നും അല്ലല്ലേ. ഒരു 5 മിനിറ്റ് അയാളിപ്പോ വരും. പിള്ളേ ആ ഗ്ലേറ്റസ് വിളിച്ചേ, അയാളോടത്തേം ചോദിക്കും. ആ സത്യാമ്മേ, അച്ഛൻ എന്നെയും ശിവനെ നിർത്തി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഫോട്ടോ എടുക്കാനുള്ള ഒരുക്കത്തില്ല. എനിക്ക് അച്ഛന്റെ ഈ നിർബന്ധത്തിന് നിന്നു കൊടുക്കാനാവില്ല. വിഷ്ണുവേട്ടന്റെ സ്ഥാനത്ത് നിർത്തി മറ്റൊരാളോടൊപ്പം എങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റും? ഒരിക്കലുമില്ല. ഇനി എന്തിന്റെ പേരിലായാലും എനിക്കിത് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. സത്യം എങ്ങനെയെങ്കിലും ഒന്ന് ഇടപെട്ട് എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കിത്താ. മാത്രമല്ല, ഈ ഫോട്ടോ എടുക്കാൻ വരുന്ന ക്ലീറ്റസിന് എന്നെയും വിഷ്ണുവേട്ടനെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും മുഴുവൻ അറിയാവുന്ന ആളാ. അയാളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ എനിക്ക് പറ്റില്ല. സത്യാമ്മ ഇടപെട്ട് എങ്ങനെയെങ്കിലും ഈ ഫോട്ടോ എടുപ്പൊന്ന് ഒഴിവാക്കി തരണം. കളിക്കാണെങ്കിലും കാര്യത്തിനാണെങ്കിലും എനിക്ക് എന്റെ വിഷ്ണുവേട്ടന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാനാവില്ല. എന്തോ ആയടോ? എടുക്കുന്നില്ല സാറേ, വന്നോണ്ടിരിക്കാവും. വന്നോണ്ടിരിക്കാ പോലും. രാഘവേട്ട, ശാലിനിക്ക് പോകാൻ ധൃതിയുണ്ട്. ഫോട്ടോ നമുക്ക് പിന്നെ ഒരു ദിവസം എടുക്കാം. ഇപ്പൊ ശാലിനി പോട്ടെ, അവളുടെ ജോലിയുടെ കാര്യമല്ലേ. ഇനിയിപ്പോ ഇതുപോലെ ഒരു അവസരം കിട്ടുന്നില്ല ഭാമേ. വിഷ്ണു ഇപ്പൊ വരും, ഫോട്ടോഗ്രാഫർ ആ ക്ലീറ്റസ് അവനും ഇപ്പൊ വരും. ഒരു ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതി. ആ ഫ്ലെക്സേ എന്നെ അടിക്കാൻ കൊടുക്കണം. ആ ദാണ്ട വിഷ്ണു വന്ന്. പിള്ളേ ആ ക്ലീറ്റസിനെ ഒന്നും വിളിക്കുള്ളേ. അതെനിക്ക് വിളിച്ചാ ഞാൻ സംസാരിച്ചോളാം. മക്കളെ നീ വരോടാ. ആ, ദാ വരുന്നു. വാ. ആ എടോ പിള്ളേ, എടാ എത്ര നേരമാണ് നിന്നെ കാത്തി വിട്ടിരിക്കുവാ? എന്തുവാ നിനക്ക് ഇത്ര തിരക്ക്?